ഹായ്, ഗുഡ് മോർണിംഗ്. സൂപ്പർ കൺമണിയുടെ ഇന്നത്തെ ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ മനോഹരമായിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെയാണ് ഇന്നത്തെയും. അങ്ങനെ കൃപ സംസാരിച്ചു തുടങ്ങിയെന്ന് അറിയുന്ന ബലരാമനാണെങ്കിൽ ആകെ ദേഷ്യം വന്ന് നിൽക്കുകയാണ്. സുമിത്രയെ തൽക്കാലം ഇക്കാര്യം അറിയിക്കണ്ട എന്ന് ബലരാമൻ വിചാരിക്കുന്നുണ്ടെങ്കിലും സുമിത്രയും ഇതിനോടകം തന്നെ ആ കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ ഇതെങ്ങനെ അറിഞ്ഞെന്ന് ബലരാമൻ ആകാംക്ഷയോടെ ചോദിക്കുമ്പോൾ, നിന്നേക്കാൾ മുമ്പേ ഞാൻ ജനിച്ചതല്ലേടാ, അതുകൊണ്ട് ഞാൻ എല്ലാം അറിയും. എനിക്ക് അറിഞ്ഞല്ലേ പറ്റൂ. കാരണം എനിക്ക് മനസ്സിലായി, നീ വിചാരിച്ച ഒരത്ഭുതവും സംഭവിക്കില്ല എന്ന്. ഞാൻ തന്നെ മുന്നിട്ടിറങ്ങണം. നിന്നെ വിശ്വസിച്ചിരുന്നാലേ അതൊരു നീണ്ട കാത്തിരിപ്പായി പോകും എന്നൊക്കെ ബലരാമനെ കുറ്റപ്പെടുത്തുകയാണ്. ബലരാമൻ ചോദിക്കുന്നുണ്ട്, കൃപ സംസാരിച്ചതിന് ഞാൻ എന്ത് ചെയ്യാനാ? അപ്പൊ സുമിത്ര പറയുന്നുണ്ട്, അവളെ നീ നിശബ്ദയാക്കണമായിരുന്നു. ശേഷം പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയാണ് സുമിത്ര, നിനക്ക് അതൊന്നും പറ്റില്ല രാമ. കാര്യത്തോട് അടുക്കുമ്പോഴേ നിന്റെ നെഞ്ച് പിടയ്ക്കും, കണ്ണിൽ ഇരുട്ട് കയറും. നീ വെറും ഭീരുവാണ്, ഭീരു. നിന്നെ വിശ്വസിച്ച് കഴിയുന്ന ഞാനും ബാലും ഒക്കെ വെറും വിട്ടികളാ. ബലരാമനാണെങ്കിലും ഇതൊക്കെ കേട്ടിട്ട് ആകെ സങ്കടത്തോടെ നിൽക്കുകയാണ്. ഇതിനിടയില് ബലരാമന്റെ അനിയത്തി വന്നിട്ട് സുമിത്രയെ ചോദ്യം ചെയ്യുകയാണ്, അമ്മ ഇത് എന്തൊക്കെയാ പറയുന്നതെന്ന് ചോദിച്ചിട്ട്. എന്നാൽ ഇതിനിടയിൽ ഭാഗ്യലക്ഷ്മി വന്നത് സുമിത്രയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അവര് പറയും, ഇതേ ഞാനും രാമനും തമ്മിലുള്ള പ്രശ്നമാണ്, അതിൽ നീ ഇടപെടേണ്ട കാര്യമില്ല. നീ പുറത്തേക്ക് പോടി, നിന്നെ ആരാ ഇങ്ങോട്ട് ക്ഷണിച്ചേ? സുമിത്ര ഇങ്ങനെയൊക്കെ അലറി പറയുമ്പോഴും ഭാഗ്യലക്ഷ്മി അതൊന്നും കേട്ടിട്ട് പേടിക്കുന്നില്ല. ഭാഗ്യലക്ഷ്മി പറയുന്നുണ്ട്, അമ്മ ഏട്ടനെ ആട്ടി നിർത്തുന്നത് പോലെ എന്നെ പേടിപ്പിക്കാൻ വരല്ലേ. ശേഷം ബലരാമനോട് ചെന്ന് പറയാണ്, ഏട്ടൻ ധൈര്യമായിട്ട് പറ, തെറ്റായ കാര്യങ്ങൾക്ക് കൂട്ടു നിൽക്കില്ലെന്ന്. അങ്ങനെ ഉറപ്പിച്ച് പറ ഏട്ടാ. ഭീരുവെന്ന് പറഞ്ഞ് അപമാനിക്കുന്നത് അമ്മയാണെങ്കിൽ പോലും ഇങ്ങനെ കേട്ടു നിൽക്കേണ്ട കാര്യമൊന്നും ഏട്ടനില്ല. ഏട്ടനൊരു ഭീരുവല്ലെന്ന് തെളിയിക്കേണ്ട നിമിഷമാണിത്. പഴങ്കഥ പോലുള്ള പകയ്ക്ക് വേണ്ടി കളയാനുള്ളതല്ല ഏട്ടന്റെ ജീവിതമെന്ന് ഏട്ടൻ തുറന്ന് ഇപ്പൊ തന്നെ പറ. ആരെയും കൊല്ലാനും തല്ലാനും ഒന്നും ഏട്ടന് സൗകര്യമില്ലെന്ന് തീർത്തും പറ. ഇങ്ങനെയെല്ലാം മോട്ടിവേഷൻ ഭാഗ്യലക്ഷ്മി കൊടുക്കുന്നുണ്ടെങ്കിലും ബലരാമൻ കല്ല് പോലെ തന്നെ നിൽക്കുകയാണ്. എന്നാൽ സുമിത്ര അവർക്ക് ശരിക്കും കലി കയറുകയാണ്. ഒന്നും നോക്കിയില്ല, ഭാഗ്യലക്ഷ്മിയുടെ കാരണത്തിട്ട് ഒരൊറ്റ അടി കൊടുക്കാൻ നോക്കുന്നത് അത് കൊള്ളുന്നത് ബലരാമന്റെ മുഖത്ത് തന്നെയാണ്. ശരിക്കും പറഞ്ഞാല് ഭാഗ്യലക്ഷ്മിക്ക് അടി കൊള്ളാതിരിക്കാൻ വേണ്ടി ബലരാമൻ വേഗം മുന്നിൽ ചെന്ന് നിന്നു കൊടുക്കുകയായിരുന്നു. അത് മനസ്സിലാക്കുന്ന ഭാഗ്യലക്ഷ്മിയാണെങ്കിലും ചോദിക്കുന്നുണ്ട് ബലരാമനോട്, എന്തിനായിട്ടാ എന്നെ രക്ഷിക്കാൻ പോയത്? ശേഷം സങ്കടത്തോടെ സുമിത്രയോടും പറയുന്നുണ്ട്, എന്നെ വേദനിപ്പിക്കുമ്പോ അമ്മയുടെ ദേഷ്യം മാറുമെങ്കിൽ എന്നെ തല്ലിക്കോട്ടെ. ദേഷ്യം കൊണ്ട് കണ്ണ് കാണില്ലെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ തലച്ചോറ് കൂടെ നഷ്ടമാകുമെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഇതിനിടയിൽ ബലരാമൻ പറയുന്നുണ്ട്, മോളെ പ്ലീസ്, അമ്മയോട് നീ തർക്കിക്കാൻ നിൽക്കണ്ട. ഞാൻ കാരണം ഇവിടെ ഒരു തർക്കം വേണ്ട. അപ്പോ അനിയത്തി പറയും, ഏട്ടൻ കാരണമല്ല ഈ വീട്ടിൽ തർക്കവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരിക്കുന്നത്, അമ്മ ഒറ്റ ഒരുത്തി കാരണമാ. ഇത് കൂടെ കേൾക്കുമ്പോഴത്തേക്കും സുമിത്രയ്ക്ക് ഒന്നും കൂടെ കലി കയറുകയാണ്. അവര് വീണ്ടും അവളെ തല്ലാൻ തുടങ്ങുന്നുണ്ട്. എന്നാൽ ബലരാമൻ അത് തടയുന്നു. ശേഷം സുമിത്രയെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി ബലരാമൻ പറയാണ്, അമ്മ സമാധാനമായിട്ടിരിക്കെ. അവള് പറഞ്ഞൊന്നും കാര്യമാക്കണ്ട, കൊച്ചുകുട്ടിയല്ലേ അവള്. പിന്നെ കൃപയുടെ ഇപ്പോഴത്തെ അവസ്ഥയില് അമ്മ ഒട്ടും വിഷമിക്കണ്ട. ഞാൻ വാക്ക് മാറ്റില്ല അമ്മേ, ഞാൻ ഭീരുവല്ല. അമ്മയുടെ ആഗ്രഹം ഞാൻ ഉടനെ നിറവേറ്റും. അങ്ങനെയും പറഞ്ഞ് വാശിയോടെ നടന്നകലുകയാണ് ബലരാമൻ പോയി കഴിഞ്ഞ് സുമിത്ര ഭാഗ്യലക്ഷ്മിയോട് ചെന്ന് പറയുന്നുണ്ട്, ഞാൻ എന്തിനാണ് ഇതൊക്കെ ചെയ്തതെന്ന് നീ ഒരിക്കൽ തിരിച്ചറിയും. എന്നാൽ അവള് തിരിച്ചു പറയുന്നുണ്ട്, എപ്പോഴെങ്കിലും അല്ല, ഞാൻ ഇപ്പൊ തന്നെ അറിഞ്ഞു കഴിഞ്ഞു. അഹങ്കാരം കൂടിയിട്ടാ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. കഷ്ടമുണ്ട് അമ്മേ. തുടർന്ന് ബലരാമൻ ഒരു കോള് വരികയാണ്. സുജാതയാണ് വിളിക്കുന്നത്. ബലരാമന്റെ സൗണ്ട് കേൾക്കുന്നതും സുജാത ചോദിക്കുന്നുണ്ട്, എന്താ മോനെ നിന്റെ ശബ്ദം വല്ലാതിരിക്കുന്നത്? ജലദോഷമാണോ? ഒന്നുമില്ലെന്നും എന്തിനാണ് വിളിച്ചതെന്നും ബലരാമൻ ചോദിക്കുമ്പോ, മോനെ നമ്മുടെ കൃപമോൾക്ക് നല്ല മാറ്റമുണ്ട്. അവളെ കൃഷ്ണനെ ഏട്ടാന്ന് വിളിച്ചു. എന്നാൽ ഇത് കേട്ടിട്ടും വളരെ സന്തോഷമുണ്ടെന്ന് മാത്രമേ പറയുന്നുള്ളൂ ബലരാമൻ. തുടർന്ന് സുജാത പറയുകയാണ്, ഞാൻ അന്ന് പറഞ്ഞത് വീണ്ടും പറയുക. ആശുപത്രിയില് മോന്റെ ഭാഗത്തു നിന്നുണ്ടായ സഹായങ്ങളാ മോന്റെ അനുജത്തിയുടെ ആരോഗ്യം ഇത്രയും പെട്ടെന്ന് മെച്ചപ്പെടുത്തിയത്. നീ സമയം കിട്ടുമ്പോഴൊക്കെ വിളിക്കണം കേട്ടോ. നിന്റെ ശബ്ദം കേട്ടാൽ തന്നെ ഈ അമ്മയ്ക്ക് ഒരു ആശ്വാസമാണ് മോനെ. അതുമാത്രമല്ല, ഒരു ദിവസം അമ്മയും അച്ഛനെയും എല്ലാവരെയും കൂട്ടി മോൻ ഇങ്ങോട്ടൊന്ന് ഇറങ്ങണം. ബലരാമനാണെങ്കിൽ ആകെ സങ്കടത്തിൽ നിൽക്കുകയാണല്ലോ, ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ സുജാത ചോദിക്കുന്നുണ്ട്, എന്താ മോനെ നീ എന്താ ഒന്നും മിണ്ടാത്തേ? അപ്പോ ഞാൻ വരാമെന്ന് തന്നെ പറയുന്നുണ്ട് ബലരാമൻ. ഞാൻ വിളിക്കാന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. അതിനുശേഷം സ്വയം ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഈ അമ്മയോട് സംസാരിച്ചപ്പോ എന്റെ കണ്ണെന്താ പെട്ടെന്ന് നിറഞ്ഞു പോയത്? അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ ബലരാമന്. പിന്നീട് കാണിക്കുന്നത് കൺമണിയുടെ വീടാണ്. കൺമണിയാണെങ്കിൽ പുറത്തു പോകാനായിട്ട് നല്ല ഒരുങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ ഗോകുല് വന്നിട്ട് പറയാണ് കേട്ടോ, ശരിക്കും അപ്പയെ കണ്ട ഇപ്പൊ രാജകുമാരിയെ പോലെ ഉണ്ടെന്ന്. എന്നാ നീ എന്നെ കളിയാക്കുന്നതല്ലേ എന്ന് കൺമണി ചോദിക്കുന്നുണ്ട്. പക്ഷെ ഗോകുല് പറയും, തള്ളലോ കളിയാക്കലോ ഒന്നുമല്ല, ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറയുന്നത്. ഇന്ന് കൃപേച്ചിക്ക് വേണ്ടിയുള്ള പാർട്ടി ആണെങ്കിലും വരുന്നവരൊക്കെ നോക്കാൻ പോകുന്നത് അപ്പയെ തന്നെയായിരിക്കും. ഇത് കേട്ട് കൺമണിക്ക് നാണം വരുന്നുണ്ട്. അപ്പൊ ഗോകുല് പറയും, അല്ല വരുന്നവരൊക്കെ നോക്കിയാലും പ്രശ്നമാ,
മറ്റുള്ളവർ അപ്പയെ നോക്കുന്നത് ക്രിഷ് സാറിന് ഇഷ്ടപ്പെടില്ലല്ലോ. എന്തായാലും ഇന്ന് ഒരു കാര്യം ഉറപ്പാ, ക്രിഷ് സാർ അപ്പയെ ഇന്ന് പ്രപ്പോസ് ചെയ്യും. അതിന് എല്ലാവരും കൈയടിക്കുകയും ചെയ്യും. എന്നാൽ അതിന് മറുപടിയായിട്ട് കൺമണി പറയുന്നുണ്ട്, കയ്യടിയല്ല മോന്തക്കിട്ട ഒന്നായിരിക്കും കിട്ടാൻ പോകുന്നത്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഓരോ സമയത്തും ഓരോ രീതികളാണ് ക്രിഷ് സാറിന്. ഇന്ന് ഓഫീസിൽ വെച്ച് മധുരം തന്നു, സ്നേഹത്തോടെ സംസാരിച്ചു. ചിലപ്പോൾ ഇനി കാണാൻ പോകുമ്പോൾ ചാടിക്കടിക്കാൻ വരുന്ന പോലെ ആയിരിക്കും പെരുമാറ്റം. എന്നാൽ ഗോകുല് പറയുന്നുണ്ട്, അതൊക്കെ വെറും കള്ള ദേഷ്യമാണ് അപ്പേ, യഥാർത്ഥ പ്രണയത്തിന്റെ ലക്ഷണങ്ങളാണ് അതൊക്കെ. ക്രിഷ് സാർ ഇങ്ങോട്ട് പ്രണയം വന്ന അപ്പ പിന്നെ മടിച്ചു നിൽക്കരുത്, ഇടിച്ചു കയറി ഐ ടു ലവ് യു എന്ന് അങ്ങ് തിരിച്ചു പറഞ്ഞോണം. ഇതൊക്കെ കേട്ട് കൺമണിയാണെങ്കിലും ഒരു കള്ളദേഷ്യം കാണിച്ച് ഗോകുലിന്റെ ചെവി പിടിച്ച് തിരിക്കുന്നുണ്ട്. അതിനുശേഷം ഗോകുല് വീണ്ടും പറയാണ് കേട്ടോ, അപ്പേ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്, കല്യാണകാര്യം എത്രയും വേഗത്തിൽ എത്തിക്കണം. അപ്പച്ചിമാരെ സ്വാധീനിച്ചെടുക്കാൻ അമ്മ നോക്കുന്നുണ്ടെങ്കിലും ആ ഏരിയയൊക്കെ ഞാൻ നോക്കിക്കോളാം. പിന്നെ വരുൺ ചേട്ടന്റെ 101 പവൻ തിരിച്ചു കൊടുക്കാൻ വേണം. അപ്പയും ക്രിഷ് സാറും ആയിട്ടുള്ള കല്യാണം കഴിഞ്ഞാലേ 101 പവനല്ല 101 പവൻ തിരിച്ചു കൊടുക്കാനുള്ള കപ്പാസിറ്റി ആവില്ലേ അപ്പയ്ക്ക്. അലികയുടെ MD-യുടെ ഭാര്യ, പിന്നെ കാശിന്റെ നടുവിലായിരിക്കില്ലേ ജീവിതം. എന്നാൽ ഇതെല്ലാം കേട്ട് കൺമണി പറയുന്നുണ്ട്, എടാ നീ എന്നെ ഇങ്ങനെ പേടിപ്പിക്കല്ലേ. സത്യത്തില് നിന്നോട് സംസാരിക്കുമ്പോൾ മാത്രമാണ് എനിക്കൊരു സന്തോഷവും ജീവിക്കണമെന്നൊരു തോന്നലും ഒക്കെ ഉണ്ടാവുന്നത്. ഓരോന്ന് ആലോചിക്കുമ്പോഴേ എന്റെ മനസ്സ് എങ്ങനെയാണെന്ന് നിനക്ക് അറിഞ്ഞുകൂടാ. വലിയ ജോലിയിലായിരുന്ന മനോജേട്ടൻ ഞാൻ കാരണം ഇപ്പൊ ഡ്രൈവറായി. ഉടനെ ഗോകുല് പറയുന്നുണ്ട്, അത് അപ്പ കാരണമൊന്നുമില്ല, അച്ഛൻ കാരണം തന്നെയാ. അപ്പയോട് ചോദിച്ച് സമ്മതം വാങ്ങാതെ ആ ബലറാം സാറിന് വാക്ക് കൊടുത്തത് എന്തിനാ? അപ്പ അങ്ങോട്ട് ചെല്ലുവന്ന്. എന്തായാലും അക്കാര്യങ്ങളെ കുറിച്ചൊന്നും ഓർത്ത് അപ്പ വിഷമിക്കാതെ അപ്പ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്ക്. അപ്പ ഇവിടെ നിന്ന് പോകുന്നത് എനിക്ക് സങ്കടമാണ്. പക്ഷേ അപ്പ എത്രയും പെട്ടെന്ന് ക്രിഷ് സാറിനെ വിവാഹം ചെയ്യണം, ഇവിടുന്ന് പോണം. ഇവിടെ എന്റെ അപ്പ സമാധാനമില്ലാത്ത ചുറ്റുപാടിൽ കഴിയുമ്പോൾ അപ്പയുടെ കഴിവുകളെ അത് ബാധിക്കും. വരയ്ക്കാനുള്ള താല്പര്യം കുറയും. ലോകം അറിയേണ്ട ആളാണ് അപ്പ. അത് ഇവിടെ കിടന്ന് വിഷമിച്ച് ഇല്ലാതാക്കരുത്. ഗോകുൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതെല്ലാം കേട്ട് കൺമണിയുടെ കണ്ണ് നിറയുന്നുണ്ട്. ഗോകുലിന്റെ ആ സ്നേഹം കാണുമ്പോൾ ഗോകുലിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്യാണ് കേട്ടോ കൺമണി. എന്നിട്ട് പറയുന്നുണ്ട്, നീ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് എന്നെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കാണുമായിരുന്നു. ശേഷം താൻ സമ്മാനമായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന താൻ വരച്ച കൃപയുടെ പടം അത് ഗോകുലിന് കാണിച്ചു കൊടുക്കുന്നുണ്ട് കൺമണി. അത് ഗിഫ്റ്റ് പേപ്പറിലൊക്കെ പൊതിഞ്ഞുകൊണ്ടാണ് കൊണ്ടുപോകുന്നത്. എന്നാൽ ഗോകുൽ അപ്പൊ പറയാണ്, സത്യത്തില് ക്രിഷ് സാറിന്റെ പടമായിരുന്നു അപ്പൊ വരയ്ക്കേണ്ടിയിരുന്നത്. അത് ചെയ്യാത്തത് വളരെ മോശമായി പോയി. എന്തായാലും ഞാൻ ഒന്ന് പറയാം, അപ്പ ഇന്ന് സൂപ്പർ കൺമണി ആയിട്ടുണ്ട്. അതുകൊണ്ട് കൃപേച്ചിയുടെ പടവും സൂപ്പർ ആയിട്ടുണ്ടാവും. ഇതൊക്കെ കേട്ടിട്ട് കൺമണിക്കും സന്തോഷമാവുന്നു. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് ഗോകുലിനോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുകയാണ് കൺമണി. അതിനുശേഷം ബലരാമൻ ഇല്ലാതെ ചില പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് സുമിത്ര കിളിയാനോടും അതുപോലെ ബാലുവിന്റെയും മുമ്പിൽ വെച്ച്. ബലരാമൻ അവന് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ, അവന് കാര്യങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ നടപ്പിലാക്കാൻ പറ്റുന്നില്ല. അവനെന്തായാലും അവന്റെ രീതിക്ക് മുന്നോട്ട് പോട്ടെ. അതോടൊപ്പം ഞാനും ഇറങ്ങാൻ പോവുക. ഇതുവരെ പിന്നിൽ നിന്നാണ് നിയന്ത്രിച്ചത്, പക്ഷെ ഇനി മുമ്പിലേക്ക് വരണം. ശേഷം കിളിയനോടായിട്ട് കൺമണി, സാഗർ, കൃപ, കൃഷ് ഇവര് 4 പേരുടെയും പുറകിലും നമ്മൾ ഉണ്ടാവണം. ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞ രീതിയിൽ ഒരു അന്വേഷണം നടത്തണം. എന്നിട്ട് എല്ലാം എന്നെ അറിയിക്കണം. പിന്നീട് എന്ത് വേണമെന്ന് ഞാൻ അപ്പ പറയാം എന്നും കൂടെ പറഞ്ഞേൽപ്പിക്കുമ്പോൾ ശരിയെന്ന് സമ്മതിച്ച് കിളിയാൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം ബാലുവിന്റെ അടുത്ത് ചെന്നിരുന്നിട്ട് ബാലുവിനോട്, ബാലു നിരാശപ്പെടരുത്, ബാലു ആഗ്രഹിച്ചതെല്ലാം ഞാൻ നടത്തി തരും. സാഗറിനെയും സുജാതയെയും ബാലുവിന്റെ കാൽക്കീഴിൽ ഇട്ട് തരും ഞാൻ. അവരുടെ നെഞ്ചത്ത് ചവിട്ടി ബാലു എഴുന്നേൽക്കണം. അവസാനം 2 സഹോദരന്മാരെയും കൃഷിനെയും ബലരാമനെയും ഇല്ലാതാക്കുന്നത് ബാലു ആയിരിക്കണം. പറഞ്ഞുകൊണ്ട് തന്നെ വേണം ചെയ്യാൻ. ഇതൊക്കെ കേൾക്കുമ്പോൾ ബാലുവിന് ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. ശേഷം സുമിത്ര പറയുന്നുണ്ട്, എനിക്ക് ഒരു സങ്കടം മാത്രമേ ഉള്ളൂ, നമ്മുടെ മോള് ഭാഗ്യലക്ഷ്മി നമ്മളെ മനസ്സിലാക്കുന്നില്ല. ബലരാമനിൽ കൂടി നമ്മൾ സമ്പാദിച്ചു കൂട്ടുന്നതെല്ലാം അവൾക്ക് വേണ്ടിയാണെന്നുള്ള ബോധം ഭാഗ്യശ്രീക്ക് ഉണ്ടാവുന്നില്ല. എന്തായാലും വരട്ടെ, കാര്യങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ അവള് നമ്മുടെ കൂടെ തന്നെ നിൽക്കും. അക്കാര്യത്തിൽ എനിക്ക് ഉറപ്പാ. പിന്നെ ഒരു കാര്യം കൂടെ, സുജാതയും സാഗറിനെയും പണ്ടേ നമ്മുടെ ശത്രുക്കളായി കണ്ടിട്ട് മുന്നോട്ട് പോവുകയാണ്. പക്ഷെ പുതിയൊരു എതിരാളി കൂടെ നമുക്ക് ജനിച്ചത് ബാലു അറിഞ്ഞു കാണുമല്ലോ. കൺമണി. സാഗറും കൃഷും ഒക്കെ BR ഡിസൈൻസ് എന്ന് പറഞ്ഞാല് പേടിക്കുന്നുണ്ട്. പക്ഷെ ആ കൺമണി, അവള് നമുക്ക് ഒരു വിലയും തരുന്നില്ല. നമ്മളെ നിസാരമായി കാണുന്ന അവള് ജീവിതകാലം മുഴുവനും അവളെ മറക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു പാഠം പഠിപ്പിക്കണം. സാഗറിനും കൃഷ്ണനും വിധിച്ചതിനേക്കാൾ വലിയൊരു ശിക്ഷ തന്നെ അവൾക്ക് കൊടുക്കാനുണ്ട്. കൃപയ്ക്കെതിരെയുള്ള ബലരാമന്റെ നീക്കങ്ങളൊക്കെ പൊളിച്ചത് അവൾ ഒറ്റ ഒരുത്തിയ. നമ്മൾ ആരാണെന്ന് കൃത്യമായിട്ട് അവൾക്ക് ഞാൻ മനസ്സിലാക്കി കൊടുത്തിരിക്കും എന്നെല്ലാം പ്രതികാരത്തോടെ തീരുമാനിച്ചുറപ്പിക്കുകയാണ് സുമിത്ര. ബാലഗോപാലനാണെങ്കിലും അതിനെല്ലാം മൗനമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. അതിനുശേഷം കൺമണി പാർട്ടിക്ക് പോയതൊന്നും അറിയാതെ കൺമണിയെ തന്നെ തെരഞ്ഞുകൊണ്ട് നടക്കുകയാണ് ധനലക്ഷ്മി. അവസാനം ഗോകുലിനോട് ചോദിക്കുന്നുണ്ട് എവിടെ പോയതാണെന്ന്. അപ്പൊ ഗോകുലാണ് പറയുന്നത് ക്രിഷ് സാറിന്റെ വീട്ടില് പാർട്ടിക്ക് പോയതാണെന്ന്. ഇവിടെ 100 കൂട്ടം പണികൾ കിടക്കുമ്പോ അവൾ എന്തിനാ അങ്ങോട്ട്
പോയതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ധനലക്ഷ്മി. അപ്പോഴാണ് അപ്പയും കൂടെ ആ പാർട്ടിക്ക് ക്ഷണിച്ചിരുന്നു എന്നുള്ള ഒരു കാര്യം ഗോകുൽ അറിയിക്കുന്നത്. ഇത് കേട്ട് ആകെ ഞെട്ടിപ്പോകുന്നുണ്ട് ധനലക്ഷ്മി. ദേഷ്യവും തോന്നുന്നു കൺമണിയോട്. എന്നിട്ട് വേഗം ശ്രീനിവാസനെ വിളിക്കുകയാണ്. ശ്രീനിവാസൻ വരുമ്പോ ധനലക്ഷ്മി ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ മോൾ എവിടെയാ? കണ്ണിലെ കൃഷ്ണമണി അവൾ എവിടെ പോയി? അപ്പോഴേക്കും അമ്മായിമാരും അങ്ങോട്ട് എത്തുന്നുണ്ട്. അമ്മായിമാരുടെ അടുത്ത് ചെന്നിട്ട് ധനലക്ഷ്മി, ഈ അടുത്ത കാലത്ത് അമ്മായിമാർക്ക് അനന്തരവളോട് വല്ലാത്ത സ്നേഹമായിരുന്നല്ലോ. നിങ്ങൾക്കറിയോ അവൾ എവിടെ പോയതാണെന്ന്? ത്രിസന്ധ്യ നേരത്തെ അവളെ ഇറങ്ങിപ്പോയിരിക്കുന്നത് അയാളെ കാണാൻ ക്രിസ് സാറിന്റെ വീട്ടിലേക്ക്. ഇത് കേട്ട് അമ്മായിമാരാണെങ്കിലും ഞെട്ടുന്നുണ്ട് കേട്ടോ. സത്യമാണോ എന്ന് ചോദിക്കുന്നു. അപ്പൊ ശ്രീനിയോട് തന്നെ ചോദിച്ചു നോക്കാൻ പറയുന്നുണ്ട് ധനലക്ഷ്മി. നെഞ്ചുവേദനയാണെന്നും പറഞ്ഞ് കള്ള അഭിനയമൊക്കെ നടത്തിയിട്ട് മോളുടെ തോന്നിവാസങ്ങൾക്ക് കൊടപിടിച്ച് കൊടുക്കുകയാണ് ഇയാള്. കല്യാണ നിശ്ചയം കഴിഞ്ഞ പെണ്ണ വീട്ടിൽ പറയാതെ അങ്ങോട്ട് ഇറങ്ങിപ്പോവുക. അവളുടെ കാലൊടിച്ചിടുകയായിരുന്നു വേണ്ടത്. അമ്മായിമാരാണെങ്കിലും തുടർന്ന് ശ്രീനിയോട് പറയുന്നുണ്ട്, എന്തിനായിട്ട് അവളെ പോകാൻ അനുവദിച്ചത്? എന്നാൽ ധനലക്ഷ്മി ഇതിനിടയിൽ കയറി പരിഹാസത്തോടെ പറയാണ്, അയ്യോ എന്തിനാണെന്നൊക്കെ ചോദിച്ചറിയേണ്ട കാര്യമുണ്ടോ? അതെന്തിനാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. എത്താ കൊമ്പിലൊന്ന് പിടിക്കാൻ മോള് കൈ നീട്ടുന്നു, അപ്പൊ അച്ഛനൊന്ന് സഹായിക്കുന്നു. ഒരു തരം കണ്ണടച്ചു കൊടുക്കല്. കിട്ടിയാ ഊട്ടി. ശ്രീനിവാസന് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കേട്ടിട്ട്. ധനലക്ഷ്മി അനാവശ്യം പറയരുതെന്ന് പറയുമ്പോ ധനലക്ഷ്മിയും തിരിച്ച് ദേഷ്യപ്പെടുകയാണ്. എന്റെ മുമ്പിൽ അലറാൻ വന്നാലേ ഞാൻ വലിച്ചു കയറി ഒട്ടിക്കും, പറഞ്ഞേക്കാം. കള്ളത്തരത്തിന് കൂട്ടുനിന്ന് അത് കയ്യോടെ പിടിക്കുമ്പോ ഒരു ദേഷ്യം കാണിക്കല്. ഈ അഭ്യാസവും അടവൊക്കെ ഞാൻ കുറെ കണ്ടതാ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് കലിതുള്ളുന്നുണ്ട്. എന്തായാലും ഗോകുൽ ചെന്നിട്ട് അമ്മായിമാരോട് പറയുന്നുണ്ട്, അപ്പച്ചിമാരെ അവിടുത്തെ പാർട്ടിക്ക് അപ്പയെ ക്ഷണിച്ചിരുന്നു, അതുകൊണ്ടാണ് പോയത്. അവർക്കാണെങ്കിലും അത്രേ ഉള്ളോ എന്ന് തോന്നുന്നുണ്ട്. എന്നാൽ ധനലക്ഷ്മി അതൊരു വലിയ പ്രശ്നമാക്കി തീർക്കുകയാണ്. അവരോട് പറയാണ്, ഇത് ക്ഷണിച്ചതൊന്നും അല്ല, ക്ഷണിപ്പിച്ചതാ. അങ്ങാടി പശു ആലയിൽ നിൽക്കുവോ? വൃത്തികെട്ടവള്. അവൾക്ക് നാണോ അല്ലെങ്കിൽ വീട്ടിൽ നിൽക്കുന്ന നമുക്കൊക്കെ അത് വിട്ടു നിൽക്കാൻ പറ്റുമോ? വിളക്ക് കൊളുത്തുന്ന നേരമായിട്ട് വരികയാ. ഈ സമയത്ത് ഞാൻ തലയിൽ കൈവച്ച് ശപിക്കുക. അവള് ഗുണം പിടിക്കില്ല. സ്വന്തം ഏട്ടനെ ഒരു വലിയ പദവിയിൽ നിന്ന് വലിച്ചിറക്കി വണ്ടി ഓടിപ്പുകാരനാക്കി മാറ്റിയത് അവൾ ഒറ്റ വരുത്തിയ. അവളെ നശിച്ച് നാറാണക്കല് പിടിക്കുന്നത് എന്നാ കാണാൻ പറ്റിയ എന്റെ ഭഗവാനെ. ധനലക്ഷ്മിയുടെ ഈ കുത്തുവാക്കുകളും പ്രാക്കും എല്ലാം കേട്ടിട്ട് ശ്രീനിവാസനാണെങ്കിൽ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. അയാൾ അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോ അമ്മായിമാർക്കാണെങ്കിലും സങ്കടമാവുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് കൃഷിനെയാണ്. കൃഷി അമ്പലത്തിൽ ചെന്ന് ഭഗവാനോട് നന്ദി പറയുകയാണ്. കൃപയുടെ കാര്യത്തിലെ പുരോഗതി ഉണ്ടാക്കി തന്നതിന്. അവിടുത്തെ അനുഗ്രഹത്താൽ അവൾ എന്നെ ഏട്ടാന്ന് വിളിച്ചു. അതുകൊണ്ട് എന്റെ മനസ്സിപ്പം നിറഞ്ഞു നിൽക്കുകയാ. വിഘ്നേശ്വരൻ അവളുടെ കൂടെ എന്നും ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് കൃഷ്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ നിന്നും പോകാൻ തുടങ്ങുമ്പോഴാണ് കൺമണി അമ്പലത്തിലേക്ക് വരുന്നത് കാണുന്നത്. കണ്ണിമ വെട്ടാതെ കൺമണിയെ തന്നെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കൃഷ്. കൺമണിക്കാണെങ്കിലും കൃഷിനെ അങ്ങനെ കാണുമ്പോൾ ആശ്വാസമാകുന്നു, സന്തോഷമാകുന്നു. തുടർന്ന് കൃഷി കൺമണിയോട് പറയുകയാണ്, രാവിലെ തന്നെ അമ്പലത്തിലേക്ക് വരണമെന്ന് ഞാൻ കരുതിയതാ. പക്ഷെ അപ്പോഴത്തെ ആ സന്തോഷത്തില് അത് നടന്നില്ല. ഇതിപ്പോ വൈകിട്ടത്തെ ഫംഗ്ഷന് മുമ്പ് അവൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാന്ന് വിചാരിച്ചു വന്നതാ. കൺമണിയും പറയുന്നുണ്ട്, ഞാനും കൃപയ്ക്ക് വേണ്ടി തന്നെ വന്നതാണെന്ന്. കൃഷി പറയുന്നുണ്ട്, കൃപ അപകടത്തിൽപ്പെട്ടതിന് ശേഷം ഇതിപ്പോ 4ാമത്തെ തവണയാണ് നമ്മൾ ഈ അമ്പലത്തിൽ വെച്ച് ഒരുമിച്ച് കാണുന്നത്. എപ്പോഴൊക്കെ ഞാൻ എത്തുന്നോ അന്നൊക്കെ കൺമണിയെയും ഭഗവാൻ ഇവിടെ എത്തിക്കുന്നു. ഞാനിവിടെ എത്തിയെന്നറിഞ്ഞ് വിഘ്നേശ്വരൻ കൺമണിയെ കൂടെ ഇവിടെ എത്തിക്കുന്നതാണോ, അതോ കൺമണി വരുമെന്നറിഞ്ഞ് എന്നെ കൊണ്ടുവരുന്നതാണോ? പിന്നെ ഞാനിവിടെ വരുമ്പോ ആ അമ്മ ഇവിടെ ഉണ്ടായിരുന്നു, നമുക്ക് ആ സാരി തന്ന അമ്മ ആണോന്ന് ചോദിക്കുന്നുണ്ട് കൺമണിയും. അതേന്ന് പറയുന്നുണ്ട് കൃഷ്. പിന്നെ അമ്മ എന്നെ കണ്ടപ്പോ ആദ്യം അന്വേഷിച്ചത് ഭാര്യയാണ്. കൺമണി അത് കേട്ടിട്ട് ഒന്നും മനസ്സിലാകാത്ത പോലെ, സാറിന്റെ ഭാര്യയോ എന്ന് ചോദിക്കുന്നതും, എന്റെ ഭാര്യ കൺമണിയാണല്ലോ. അവരുടെ കണ്ണില് ഞാനും കൺമണിയും ഭാര്യ ഭർത്താക്കന്മാരല്ലേ, അങ്ങനെയല്ലേ നമുക്ക് സാരി തന്നതും. അവരെ തിരുത്താനൊന്നും ഞാൻ പോയില്ല, അവരെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി. കൃഷി ഇതെല്ലാം പറയുമ്പോ ആ സംഭവങ്ങളെല്ലാം കൺമണി ഓർത്തു പോകുന്നുണ്ട്. എന്തായാലും ആ അമ്മ ഭാര്യ എവിടെയാണെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഭാര്യ ഉടനെ എത്തുമെന്ന്. വെറുതെ പറഞ്ഞതാ, പക്ഷെ അത് സത്യമായി. തുടർന്ന് കൃഷി പറയുന്നുണ്ട്, നമ്മുടെ ചേർച്ചയെക്കുറിച്ചേ അവർക്ക് പറയാനുള്ളൂ. കൺമണിയെപ്പോലെ ഒരു ഭാര്യ എന്റെ ഭാഗ്യമാണെന്നും എന്നെപ്പോലെ ഒരു ഭർത്താവ് കൺമണിയുടെ ഭാഗ്യമാണെന്നും അവര് പറയുകയുണ്ടായി. പിന്നെ അത് മാത്രമല്ല, അവരുടെ മകൾക്ക് കല്യാണമായി. ഇത് കേട്ട് കൺമണിയും വിശ്വസിക്കാനാവാതെ സത്യമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. സത്യം, നമ്മളെ രണ്ടുപേരെയും കല്യാണത്തിന് ക്ഷണിച്ചിട്ടുമുണ്ട്. എന്തായാലും നമുക്ക് ഒരുമിച്ച് പോണം. ഒരു സദ്യ വെറുതെ കളയണ്ടല്ലോ. കല്യാണത്തിന് പോയി സദ്യയുമുണ്ട്, ഒരു അനുഗ്രഹവും കൊടുത്തിട്ട് വരാം. കൃഷ് അങ്ങനെ പറയുന്ന കേട്ട് കൺമണിക്കും ചിരി വരുന്നുണ്ട്. അങ്ങനെ ആവാന്ന് സമ്മതിക്കുന്നു. ശേഷം കൺമണിയുടെ കയ്യിലിരിക്കുന്ന ആ ഗിഫ്റ്റ് നോക്കിയിട്ട്, ഇത് കൃപയ്ക്കുള്ള ഗിഫ്റ്റ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതേന്നും ഇത് കൃപയുടെ ഒരു പെയിന്റിംഗ് ആണ് എന്നും കൃഷ്ണനോട് പറയുന്നുണ്ട് കേട്ടോ കൺമണി. അത് കേൾക്കുന്ന കൃഷി ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ എന്റെ ഒരു പെയിന്റിംഗ് എപ്പോഴാണ് ഇനി വരച്ചു തരാൻ പോകുന്നേ? അപ്പൊ കൺമണി പറയും, സാർ ഒരു ഫോട്ടോ തന്നാ മതി, ഞാൻ അതുപോലെ വരച്ചു തരാം. ഉടനെ കൃഷി പറയുകയാണ്, ഓ എന്നെ വരയ്ക്കാൻ കൺമണിക്ക് ഫോട്ടോയുടെ ആവശ്യമുണ്ടോ? കൺമണിയുടെ മനസ്സിലുള്ള എന്റെ രൂപം വരച്ചു തന്നാ മതി. ഇത് കേട്ടിട്ട് കൺമണിക്ക് ചെറിയ നാണം തോന്നുന്നു. എന്തായാലും ഇത്രയും പറഞ്ഞ് കൃഷി അവിടെ നിന്ന് പോകുമ്പോ കൃഷി പോകുന്നത് നോക്കി സന്തോഷത്തോടെ ചിരിച്ചു നിൽക്കുകയാണ് കൺമണിയും.